പണ്ടൊക്കെ മാംഗോ സീസൺ ആയി കഴിഞ്ഞാൽ മാങ്ങ ജ്യൂസ് അടിക്കുക ഉപ്പുമുളകിട്ട് തിന്നുക ഏറിപ്പോയ പുളിശ്ശേരി. ഇപ്പം മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ എന്തെല്ലാം ഒരു വിഭവങ്ങളാണ്. ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ മാംഗോ പായസം, മാംഗോ പുഡിങ്, മാംഗോ സാഗോ, അങ്ങനെ എന്തെല്ലാം മാംഗോ മാംഗോ മാംഗോ. ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഞാനും ഉണ്ടാക്കിയൊരു മാംഗോ കേക്ക്. ആദ്യം തന്നെ മാങ്ങ ജ്യൂസ് അടിച്ച് അതിൻ്റെ പളുപ്പെടുത്തിട്ട് അതിലോട്ട് കുറച്ച് മിൽമ നെയ്യും ഷുഗർ പൊടിച്ചും ചേർക്കുക, ബട്ടർ മെൽറ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക, കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് മിക്സ് ആക്കിയിട്ട് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് മിക്സ് ആക്കുക. പിന്നെ കുറച്ച് വാനില എസൻസ് ചേർത്ത് വീണ്ടും മിക്സ് ആക്കിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ബാറ്റർ റെഡിയായി. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഏത് ട്രൈയിലോട്ടാണ് നമ്മൾ പാരുന്നത് അതിൽ കുറച്ച് ബട്ടർ തൂവി കൊടുത്തിട്ട് ഈ ബാറ്റർ അതിലോട്ട് ഒഴിച്ചിട്ട് ഒരു 30-35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ അങ്ങനെ പൊട്ടിപ്പോകുന്ന പോലെ ഉണ്ടേരി. പിന്നെ ഞാൻ അതൊന്ന് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്തിട്ട് ഒരു ബാറ്റർ ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സംഭവം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കേക്ക് ഓൾറെഡി സോഫ്റ്റാണ്. പക്ഷേ അത് ഒഴിച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. പാലും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ആക്കിയിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ബോർഡറിൽ ഇതാ മാംഗോ അങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ച് കൊടുത്തിട്ട് ഒരു ഭംഗിക്ക്. അപ്പം ട്രൈ ചെയ്യുക, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. മാങ്ങൻ്റെ ആ പുളിപ്പും മിൽക്ക് മെയ്ഡിൻ്റെ ആ മധുരവും നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ കൂടി കമ്പൈൻ ചെയ്യുമ്പം പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് ഈ കേക്കിന്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. മാങ്ങ സീസൺ കഴിയാനായി, അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിക്കോളി കേട്ടോ. അപ്പോൾ ഓക്കേടാ.